ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജിബീസ് ഡയറീസ്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗ് ചെയ്യാം. എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ വീഡിയോയും കാര്യമൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡലി സാമ്പാറൊക്കെയാണ്. അപ്പം ഇനി അതുണ്ടാക്കണം. ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പരിപാടിയിലേക്കൊക്കെ ഇനി പോവാം. ഞാനൊന്ന് പുറത്തുനിന്ന് ഇൻട്രോ എടുക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്നും ഒരു മൂടി ക്ലൈമറ്റ് ആണ്. ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അപ്പം നമുക്കൊരു ചെറിയ ചായയൊക്കെ കുടിച്ച് പതുക്കെ ഒന്ന് വേണമെന്ന് വെളിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങാം. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റതേ ഇത് നോക്കുമ്പം മാവൊക്കെ നല്ലപോലെ പുളിച്ച് അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ സന്തോഷങ്ങൾ. എന്നുവെച്ചാൽ ഇവിടെ ഇപ്പം അത്ര ചൂടില്ലാത്തത് കൊണ്ട് ഞാനിങ്ങനെ ഈ ഓവൻ്റെ അകത്ത് ഇച്ചിരി ചൂടുവെള്ളത്തിൻ്റെ അകത്തൊക്കെയാണ് വെക്കുന്നത്. അപ്പം ഞാൻ അതെടുത്ത് നോക്കട്ടെ എങ്ങനെയാണ്. എന്തോ ഞാനിത് അരച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഓൾറെഡി ചേർക്കാറുണ്ട്. പിന്നെ ഇത് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിടും. ഉപ്പുണ്ട്. ഇന്ന് നമുക്ക് ഇഡ്ഡലിയാണ്. ഇനി ദോശ നെക്സ്റ്റ് ഡേ ഉണ്ടല്ലോ. അപ്പോൾ നമുക്കിന്ന് ഇഡ്ഡലിയും സാമ്പാറുമാണ് ഇവിടുത്തെ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു. പിന്നെ ഞങ്ങൾ ചായയാണ്. ഞങ്ങളിവിടെ കാണുന്നില്ല അല്ലേ? സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ കൂടുതലും ഞങ്ങൾ ചായ കാപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുടിക്കുന്നത്. അപ്പം ഈ ഒരു ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ രണ്ടുപേരും. ചിലപ്പോൾ ഇതിൻ്റെ കുറേ കുടിക്കാറുണ്ട് കുറച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങ് എടുക്കും ചായ. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പം അങ്ങനെ. അല്ലാതെ വീക്ക് ഡേയ്സിൽ ഞങ്ങൾ യൂഷ്വലി ചായ കുടിയൊന്നുമില്ല. നമുക്കിപ്പോൾ ചായ വയ്ക്കാം. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ബട്ടറാണ് കേട്ടോ വെക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും. മമ്മി പറഞ്ഞത് ട്രിപ്പല്ലല്ലോ, ടിപ്പാണ്. ഞാൻ വെള്ളം തിളയ്ക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബട്ടർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എന്തോ ലോറ അവിടെ ചെറിയൊരു പിണക്കത്തിലിരിക്കണം. അപ്പം ചെറിയ ഒരു ബട്ടർ എടുക്കും തോന്നിട്ടോ ഞാൻ. പക്ഷെ എനിക്ക് എപ്പോഴും ബട്ടറാണ് കുറച്ചും കൂടെ. എണ്ണ തൂക്കുമ്പോഴും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ബട്ടർ തേക്കുമ്പോൾ കറക്റ്റായിട്ട് ഇതിനോട് ഇത് ഇടയ്ക്കിടയ്ക്ക് ലൂസാവാം. ഇടയ്ക്കൂടെ ഞാൻ വെളിയിൽ ഒരു ഇൻട്രോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചാൽ, പക്ഷേ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് മടിച്ചത്. പിന്നെ ചായ ആയില്ലായിരുന്നു. ഇപ്പം എന്താ, ഇതാണ് ഞങ്ങളുടെ മുന്തിരി. ഇത് ഈ വീട് നേരത്തെ താമസിച്ചവർ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് ഇത്രയും നല്ലതായിട്ട് ആവുന്നത്. പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വിത്തൊക്കെ വെച്ചായിരുന്നു. എന്തായെന്ന് അറിയില്ല, നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ
ഗാർഡൻ. തൊട്ടടുത്ത് തന്നെ നമുക്ക് കുറേ വീടുകളുണ്ട് കേട്ടോ. പക്ഷെ സത്യം പറയാമല്ലോ, ആരാ ഇവിടെ താമസിക്കുന്നത് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. നമ്മളാരെയും നാട്ടിലത്തെ പോലെ ആരെയും കാണാറില്ല. എല്ലാവരും മറ്റേ ബിസി ലൈഫിലാണ്. പിന്നെ ഇവിടെ ചെറിയ പൂവും കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഇവരെ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമല്ല. ഇതൊരു റോസയാണ്, പക്ഷെ റോസ അങ്ങോട്ട് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. തണുപ്പൊന്നുമില്ല, പക്ഷെ ഇലോറ വെറുതെ സ്വെറ്ററൊക്കെ ഇട്ട് ഡാഡി ഇറക്കി. ചെറിയൊരു പനി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയത് ഇവിടെ കുറേ കിളികളൊക്കെ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിനിവിടെ ഫുഡൊക്കെ വെക്കാനായിട്ടൊരു ഇതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു. എന്നോട് ആദ്യമേ പറഞ്ഞ എന്താ താറാവിനെ, കുഞ്ഞു താറാവിനെ വാങ്ങിച്ചിട്ടുണ്ട്, അതിന് കൊടുക്കാനുള്ള തീറ്റയാന്നൊക്കെ. അയ്യോ എവിടെ ബീൻസോ? ഓ, ഇനി ഞങ്ങൾ ഇവിടുന്ന് ബീൻസ് തോരൻ മാത്രമായിരിക്കും. തണ്ണിമത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെ പോയോ? ഇത് മാത്രമേ ആയിട്ടുള്ളൂ. ഇത് ഏത് ഗ്രേപ്സ് ആണെന്നാണ് ഞങ്ങളുടെ കൺഫ്യൂഷൻ. പച്ചയാണോ ബ്ലാക്ക് ആണോ? ഉറപ്പാ? നമുക്ക് നോക്കാം. എന്തോ കാബേജ്. പിന്നെ നമ്മൾ എന്തൊക്കെയാ വെച്ച? ബീൻസ്. എന്തുവാ? എന്താ എന്നാ അവിടെ എന്തുവാ? ഇനി എവിടെയാ? അയ്യോ, അത് പോയോ? ഓ, അവിടെ ഒരു കിളി വന്നായിരുന്നു. നമ്മുടെ ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ അല്ലെങ്കിൽ ചട്നി, രണ്ടും കൂടെ ചില ദിവസങ്ങളിൽ മാത്രം ഉണ്ടാക്കാറുള്ളൂ. ഏതെങ്കിലും ഒരെണ്ണമാണ് കൂടുതലും ഞങ്ങളിവിടെ പ്രിഫർ ചെയ്യുന്നത്. ചൂടെ ഇപ്പം കുറച്ച് പോയിട്ടുണ്ട്, നമുക്കെടുക്കാം. വരുന്നു കണ്ട, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ബട്ടർ തേക്കുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്കിതിന്ന് പോരും. ഒട്ടും മറ്റേ പറ്റി പിടിച്ചിരിക്കത്തില്ല. മമ്മിയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് ബട്ടർ തേച്ചാൽ മതി. വരട്ടും മറ്റേ പറ്റി പിടിക്കാത്ത രീതിയിലാണ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യും. എനിക്കത് എല്ലാവർക്കും അറിയാം, പിന്നെ ഞാൻ എനിക്കറിയാവുന്ന ഒരു ടിപ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇത്രയും പേർക്ക് സത്യം പറഞ്ഞാൽ ഇത് 2 സെറ്റ് വെക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഞാനങ്ങ് വെച്ചില്ല. എങ്ങാനും ഇച്ചിരി ഏറെ, ബിക്കോസ് നമ്മൾ സാറ്റർഡേ സൺഡേ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിലാക്സ് ചെയ്ത് പതുക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു വീക്കെൻഡൊക്കെ അനുസരിച്ച് ഇവിടെ ഇഡ്ഡലി ദോശ അല്ലെങ്കിൽ അപ്പം പാലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ബാക്കി എല്ലാ ദിവസവും മറ്റേ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് ഫുഡാണല്ലോ. നമുക്ക് ഓഫീസിൽ പോകണം, ഇലോറയ്ക്ക് ഡേ കെയറിൽ പോകണം. അപ്പം അങ്ങനെ എളുപ്പമായിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഇഡലി ദോശയൊക്കെ ഈ ഒരു സമയത്താണ്. ഒട്ടും അത് പിടിക്കാതെ സിമ്പിൾ. ചൂടുള്ള ഇഡലി റെഡിയായി. നമ്മുടെ
സാമ്പാറും റെഡി. ആഹാ. Hi guys. ഹോട്ട് ആണല്ലോ. ലോറ Laura, can you say cheese? Cheese. ഓ വിഷമത്തില്ല, ചെറിയൊരു കരച്ചിലൊക്കെ കഴിഞ്ഞ അതിൻ്റെയാണ്. കൊച്ചിലെ ചെറിയ ചെറിയ പണിയൊക്കെ എടുപ്പിക്കണം എന്നാണ് മമ്മി ഡാഡി പറഞ്ഞത്. വീട്ടിലെ പാത്രം കഴുകൽ, തറ വൃത്തിയാക്കൽ എല്ലാം ഞങ്ങൾ ഇലോറയെ കൊണ്ടാണ്. വിശ്വാസം നന്നോട് ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ പാത്രം കഴുകി വെക്കുമായിരുന്നു. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലഞ്ചിലേക്ക് ലഞ്ച് കുക്ക് ചെയ്യാം. എനിക്കിങ്ങനെ കുറേ ഡിലേ ആയിട്ട് കുക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല കേട്ടോ. എല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് മറ്റേ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക, ടി വി കാണുക, അല്ലെങ്കിൽ ഫോൺ നോക്കുക, അങ്ങനെ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യമൊക്കെ കഴിഞ്ഞു. അതെല്ലാം പരിപാടി കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുക്ക് ചെയ്യാം. ഇന്ന് ഞാൻ വിചാരിച്ചു ചോറും പിന്നെ ഇച്ചിരി ചിക്കൻ കട്ട് ചെയ്തത് ഇരിപ്പുണ്ട്, അത് പിന്നെ ബീൻസ് തോരൻ വയ്ക്കാം, പിന്നെ സാമ്പാറുണ്ട് ഓൾറെഡി. അപ്പം അതൊക്കെ കൂട്ടി നമുക്ക് ഫുഡ് കഴിക്കാമെന്ന്. പിന്നെയും അരി ഞാനൊന്ന് കഴിയട്ടെ. ഇന്ന് കുക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ നാളെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. പിന്നെ ഇച്ചിരി കഷ്ടപ്പെട്ടാൽ നാളെ സുഖമായിരിക്കാം. പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു ചെറിയ കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പുറത്ത് പോകാനൊരു മടി. ഇനി അത് കൂടിയാലോ എന്നൊക്കെ. ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്, ബട്ട് സ്റ്റിൽ ഒരിത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അറിയില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൂവിയൊക്കെ കണ്ട് വീട്ടിൽ ചില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പം ലൈക്ക് എന്തെങ്കിലും ടി വിയോ അല്ല എന്തെങ്കിലും പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യുന്ന ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പാട്ട് കേൾക്കുന്നതിലും ഇഷ്ടം എന്തെങ്കിലും ഒരു മൂവി പ്ലേ ചെയ്ത്, അതിപ്പം കണ്ട മൂവി തന്നെയായിരിക്കും, എന്നാലും ഇങ്ങനെ അതാകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീല്. ലോക ഫ്രണ്ടിലുണ്ട് ടി വിയും പിന്നെ ഡ്രോയിങ്സും ഒക്കെ ആയിട്ട് അവിടെ ബിസി ആയിട്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് എൻ്റെ പണി ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ കുക്കറിലാട്ടോ അരി കഴിക്കുന്നത്, എനിക്ക് അതാണ് എളുപ്പം. അപ്പം ഞാൻ ചെടപടിയാണ് കുക്കറിൽ. ബീൻസ് ഞാൻ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് തോരൻ കൂട്ടാനൊരാഗ്രഹം. അപ്പം ബീൻസ് തോരന് ഇനി അത് അരിയണം. അതാണ് ഏറ്റവും ഒരു പാട്. കുഞ്ഞുകുഞ്ഞായിട്ട് അരിയണമല്ലോ. അപ്പം ബീൻസ് തോരൻ, പിന്നെ ഒരു ഇച്ചിരി പ്രോൺസ് ഉണ്ട്. എന്തെങ്കിലും ഫ്രൈ വല്ലതും ചെയ്താലോ ഞാൻ ആലോചിക്കും. ഇത് ഫ്രോസൺ ആട്ടോ, ഫ്രഷ് പ്രോൺസ് അല്ല. അയ്യോ, തുറക്കണം. അതൊന്ന് ഐസൊക്കെ പോയി. ചിന്നിയാണ് നല്ലത്, പക്ഷെ എൻ്റെ ഇപ്പോൾ വെളിച്ചെണ്ണയില്ല. അതുകൊണ്ട് ഞാനിതിൻ്റെ അകത്ത് സവോളയും പിന്നെ നമ്മുടെ കറിവേപ്പിലയും തേങ്ങയും ഇച്ചിരി മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് തിരുമിയിട്ടാണ് ഞാൻ ഈ കടുകിൻ്റെ അകത്തോട്ട് ഇടുന്നത്. എനിക്കത് എളുപ്പമായിട്ട് തോന്നിയത്. ഈ എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നിൽ ഇടുന്നതിലും ചെറിയൊരു മടി. അപ്പോൾ ഇത് ഒരുമിച്ചാണെങ്കിൽ അന്ന് അവിടെ ഷൂ വെക്കുന്നുണ്ട് എല്ലായിട്ടുണ്ട്. ഈ അരിയുന്ന സവോള ഉണ്ടല്ലോ, എനിക്ക് ചിക്കൻ്റെ അകത്ത് ചേർക്കാനായിട്ടാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ചിക്കൻ പെരട്ട് പോലെ ഒരു സംഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. സവോള ഞാനിവിടെ 2-3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അത്
അതൊക്കെ എൻ്റെ ഇഷ്ടം കേട്ടോ. ഇതിൻ്റെ അകത്ത് ചേർക്കുന്നതൊക്കെ എനിക്കിഷ്ടപ്പെട്ട സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്ന മസാല എന്ന് വെച്ചാൽ മുളക് പൊടി, ഇച്ചിരി മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, പെപ്പർ, മഞ്ഞൾ, എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് ഞാൻ ചേർക്കുന്നു. എനിക്ക് കിട്ടുന്ന എല്ലാം കൂടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 30 മിനിറ്റ്സ് വെക്കുവാണെങ്കിൽ ആയിട്ട് ഇരിക്കുന്നത്. ഇന്ന് മഴ പെയ്യാനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഇന്ന് വൈകിട്ട് എവിടെയും പോകാൻ സാധ്യതയില്ല. അതാ നല്ലൊരു മഴ പെയ്തുകൊണ്ടിരിക്കും, ഇടിയൊക്കെ വെട്ടുന്നുണ്ട്. കുറച്ച് എനിക്ക് തേങ്ങാക്കൊക്കെ ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് കുറച്ച് വെന്ത് കഴിയുമ്പോൾ തക്കാളിയും കൂടെ ആഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മസാല ആഡ് ചെയ്താൽ മതിയേ. കൂട്ടത്തിൽ കുറച്ച് പ്രോൺസും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതും കൂടെ സൈഡിൽ ഇരുന്നൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇതാ എൻ്റെ ചിക്കൻ കറി പ്രോൺസും അവിടെ എല്ലാം സെറ്റ് ആവുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചതച്ചിട്ടിട്ടെ. ഇതൊക്കെ ടേസ്റ്റാന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്ന് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ പ്രോൺസ് റെഡിയായി. ചിക്കൻ ഞാൻ ഇങ്ങനെ കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കുവാണ്. 12 മണിയായപ്പോൾ എൻ്റെ ഇവിടുത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി. എന്നാൽ ഞങ്ങൾ പോയിട്ട് ഇതേ ലഞ്ചൊക്കെ ഒന്ന് കഴിക്കട്ടെ. പിന്നെ ചെറിയൊരു ഉറക്കമൊക്കെ പാസ്സായി. ഈവനിങ്ങിൽ കുറച്ച് കട്ടൻ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ നിന്ന് പൊടി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. എല്ലാ ഈവനിങ്ങും ഒന്നും ഇങ്ങനെയല്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾ പുറത്തൊക്കെ അങ്ങ് പോകും. ഇന്നിപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടാണ് ഒരു കട്ടനൊക്കെ അടിക്കാൻ തോന്നിയത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ റസ്കും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഇതങ്ങ് കഴിക്കാം. ഇനിയും നമുക്ക് ബാക്കി നൈറ്റിലേക്ക് നോക്കിയാൽ മതിയല്ലോ. ഞങ്ങളുടെ ഡിന്നർ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7-7:30 ഉള്ളിൽ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയും യൂഷ്വലി ഓഫീസിൽ നിന്നൊക്കെ ആ ഒരു ടൈമിന് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ഡിന്നർ എന്നുള്ളൊരു പരിപാടിയാണല്ലോ. അതുകൊണ്ട് വീക്കെൻഡൊക്കെ ആകുമ്പോഴും ചില ദിവസങ്ങളിൽ ആ ഒരു ടൈമിൽ അങ്ങ് കഴിക്കും. അപ്പോൾ ഇന്ന് ഇച്ചിരി മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മസാലയൊക്കെ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എളുപ്പമാണല്ലോ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ മസാല ദോശയും പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ചോറ് കഴിക്കുന്ന വലിയ ഫാൻസ് അല്ല രാത്രിയിൽ. പക്ഷെ ചില ദിവസമൊക്കെ കഴിക്കും കേട്ടോ. ഇല്ലെങ്കിൽ ചപ്പാത്തി അല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് TV ഒക്കെ കണ്ട് അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണാം. ബൈ.